DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വർണവുമായി ബന്ധപ്പെട്ട 2025 വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സ്വർണം വാങ്ങുന്നവരും വിൽക്കുവാനിരിക്കുന്നവരും ഇനി വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നവരുമെല്ലാം അറിയേണ്ട പുതിയ നടപടിച്ചട്ടങ്ങളും 2025 സർക്കാർ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി പവന്റെ വില 60,000 രൂപ ഭേദിച്ചിരിക്കുകയാണ്. ഇന്ന് ഒറ്റയടിക്ക് 600 രൂപ കൂടി 60,200 രൂപയായതോടെയാണ് ആദ്യമായി പവന്റെ വില 60,000 കടന്നത്. 1 ഗ്രാമിന് 7,525 രൂപയുമായി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 രേഖപ്പെടുത്തിയ പവന് 59,640 രൂപ എന്ന റെക്കോർഡാണ് 2025 ജനുവരിയിൽ പഴങ്കഥയായത്. ഇന്ന് ഒരു പവന് 60,200 രൂപയായപ്പോൾ ആഭരണം വാങ്ങുമ്പോൾ ഇതിലും കൂടുതൽ തുക നൽകേണ്ടി വരും. പവന്റെ വിലയോടൊപ്പം 3% GSTയും 53 രൂപ ഹോൾമാർക്ക് ചാർജും കൂടി ആഭരണത്തിന്റെ പണിക്കൂലിയും ചേർന്ന തുകയാണ് ഓരോ ആഭരണത്തിനും നൽകേണ്ടി വരിക. പണിക്കൂലി ഓരോ ജ്വല്ലറിയിലും ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് 3% മുതൽ 30% വരെയാകാം. മിനിമം 5% പണിക്കൂലി പരിഗണിച്ചാൽ ഇന്നൊരു പവനാഭരണത്തിന് കേരളത്തിൽ നൽകേണ്ടത് 65,161 രൂപയാണ്. 1 ഗ്രാം സ്വർണ്ണാഭരണത്തിന് 8,145 രൂപയും. US പ്രസിഡന്റായി രണ്ടാമതും അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ വർധനയുണ്ടാക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുത്തനെ ഉയർത്തുമെന്നാണ് നിരീക്ഷണം. കഴിഞ്ഞ വർഷമൊക്കെ സ്വർണ്ണവിലയിൽ കുതിപ്പുണ്ടായത് റഷ്യ യുക്രൈൻ യുദ്ധവും പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമൊക്കെ കൊണ്ടായിരുന്നു. ഇസ്രായേൽ പലസ്തീൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ സ്വർണ്ണവിലയിൽ ചെറിയ കുറവ് വരുമെന്ന് കരുതിയിരിക്കെയാണ് അധികാരമേറ്റ ട്രംപ് പുതിയ വ്യാപാര യുദ്ധം തുടങ്ങിയത്. US പ്രസിഡന്റായി ചുമതലയേറ്റ ട്രംപ് ചൈന, കാനഡ, മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ കനത്ത ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചത് ആഗോള സമ്പദ് രംഗത്ത് ആശങ്ക വിതച്ചിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം US ചൈന വ്യാപാര പോര് കലുഷിതമാകുമെന്ന ഭീതി ശക്തിയായിരിക്കുകയാണ്. ഡോളറിനെ തള്ളി പൊതു കറൻസി എന്ന നിലപാടിലേക്ക് ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങൾ നീങ്ങുന്നതിനെതിരെയും ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങൾക്കുമേലും ഉയർന്ന ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുവാൻ മടിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ വരവോടെ ആരംഭിച്ച വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ ഓഹരി, കടപ്പത്ര വിപണികളെ സമ്മർദ്ദത്തിലേക്ക് തള്ളിയതോടെ നിക്ഷേപലോകം ഓഹരി പോലെയുള്ളവയിൽ നിന്ന് മാറി സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുമാറ്റം തുടങ്ങി. ഇതോടെയാണ് ഗോൾഡ്, ETF പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് പ്രീമിയമേറിയതും വില കുതിച്ചതും. ഡോളറിനെതിരെ രൂപയുടെ മൂല്യവും കുറച്ചുനാളായി കുറഞ്ഞു വരികയാണ്. രൂപയുടെ മൂല്യം ഇന്നും കുറഞ്ഞ് $1 86.60 നിലവാരത്തിലെത്തിയതും സ്വർണ്ണവില കൂടാനിടയാക്കി. രൂപയുടെ മൂല്യം കുറയുന്നത് സ്വർണത്തിന്റെ ഇറക്കുമതി ചിലവ് വർദ്ധിക്കാനിടയാക്കും. ഇത് രാജ്യത്ത് സ്വർണ്ണവില കൂടുവാനിടയാക്കും. ട്രംപിന്റെ നയങ്ങൾ ആഗോള വ്യാപാര രംഗത്ത് പ്രതിസന്ധി കൂട്ടിയാൽ സ്വർണ്ണവിലയിൽ വരും നാളുകളിലും കനത്ത വർധനവ് തന്നെ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. ജനുവരി 1 57,200 രൂപയായിരുന്ന സ്വർണ്ണവില ജനുവരി 22 60,200 രൂപയായി വർദ്ധിച്ചു. 22 ദിവസം കൊണ്ട് ഒരു പവനിൽ വന്നത് 3,000 രൂപയുടെ വർധനയാണ്. മറ്റൊരറിയിപ്പ്, കേരളത്തിനകത്ത് 10 ലക്ഷമോ അതിൽ കൂടുതലോ വിലയുള്ള സ്വർണവും വിലയേറിയ രത്നങ്ങളും വാണിജ്യാവശ്യത്തിന് കൊണ്ടുപോകുവാൻ ഇ-വേ ബിൽ ജനുവരി 20 മുതൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്നാൽ സ്വകാര്യ ആവശ്യത്തിന് കൊണ്ടുപോകുവാൻ ഇ-വേ ബിൽ വേണ്ട. വാണിജ്യാവശ്യത്തിനു പുറമെ പ്രദർശനം, ജോബ് വർക്ക്, ഹോൾമാർക്കിംഗ് തുടങ്ങിയവയ്ക്കായി സ്വർണം കൊണ്ടുപോകുമ്പോഴും ഇ-വേ ബിൽ വേണം. അടുത്ത അറിയിപ്പ്, ഒരു പവന് 60,000 രൂപയൊക്കെ കടന്ന അവസരത്തിൽ സ്വർണം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കറൻസി ഇടപാട്. കറൻസി വഴി എത്ര രൂപയുടെ ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് പലർക്കും ധാരണയില്ല. ആദായ നികുതി നിയമപ്രകാരം 2 ലക്ഷം രൂപയിൽ കൂടുതൽ തുക ഒറ്റ ഇടപാടിലൂടെ പണമായി സ്വീകരിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. സ്വർണം വാങ്ങാൻ എത്ര തുക വേണമെങ്കിലും കറൻസി വഴി നൽകാമെങ്കിലും ആഭരണങ്ങൾ വിൽക്കുന്ന ഓരോ ഇടപാടിനും 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ തുക സ്വീകരിക്കുന്നതിൽ നിന്ന് ജ്വല്ലറികളെ നിയമം വിലക്കുന്നതിനാൽ കറൻസിയായി തുക സ്വീകരിക്കില്ല. ആഭരണങ്ങൾ വാങ്ങാൻ 2 ലക്ഷം രൂപയിൽ കൂടുതൽ പണമായി സ്വീകരിച്ചാൽ ആദായ നികുതി വകുപ്പിന് തുല്യമായ തുക പിഴയായി ഈടാക്കാം. 2 ലക്ഷത്തിന് മുകളിലുള്ള തുകയ്ക്ക് സ്വർണം വാങ്ങുമ്പോൾ ബാങ്ക് അക്കൗണ്ട് വഴി തുക കൈമാറാം. മറ്റൊന്ന്, പണമായോ അല്ലാതെയോ 2 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള ആഭരണങ്ങൾ ജ്വല്ലറിയിൽ നിന്നും വാങ്ങുകയാണെങ്കിൽ വിൽപ്പനക്കാരന് പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ വിവരങ്ങൾ നൽകണം. പാൻ നമ്പറോ ആധാറോ നൽകാതെ തന്നെ 2 ലക്ഷം രൂപ വരെയുള്ള സ്വർണം വാങ്ങാവുന്നതുമാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.